ലോറിയിൽ എന്നിട്ട് ഇവിടുന്ന് ഓടുക. ഏയ് കുഞ്ഞിരാമ, കുഞ്ഞിക്കണ്ണ വന്നിട്ടുണ്ട് കേട്ടോ, സാമാധാനം. കാട്ടറായി കുടിച്ച് പൂസായി വീണോ? ഒന്നിനും കൊള്ളരുതാത്തവനയക്കോ? എന്നാണല്ലോ എന്തൊരൈക്കോ അവിടെ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തല്ലൊന്നുമില്ല. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഉമ്മ വെച്ച് ഉരുളുന്ന് അല്ലെ? അങ്ങനല്ലേ? ഇത്ര ഐക്യമുള്ളൊരു സ്ഥലം ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. കള്ളുകുടിയനോടുള്ള മൈത്രി എങ്ങനെയാ? മദ്യപാനിയോടുള്ള മൈത്രി എങ്ങനെയാ? ഓൻ 1 ലിറ്റർ കുടിക്കുമ്പോ 1/2 ലിറ്റർ കുടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കല ആണോ? 1 ലിറ്റർ കുടിക്കുന്നവനോട് 1/2 ലിറ്റർ കുടിച്ച് നമ്മളൊക്കെ ഒന്നാട്ടോ, ഞാൻ എന്നോടൊപ്പം ഉണ്ട് എന്ന് പറയല. വേശ്യാലയത്തിൽ കയറി ചെന്നിട്ട് 5 പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നവന്റെ കൂടെ 2 എണ്ണത്തിനെ ബന്ധപ്പെട്ടിട്ട് ഓനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കല? അല്ല, വ്യഭിചരിക്കാതെ തന്നെ വ്യഭിചാരിയോട് മൈത്രി. അതെങ്ങനെയാ? ഓന്റെ വ്യഭിചാരത്തെ പറ്റി ഓനെ ഉപദേശിച്ചുകൊണ്ടും ഓനെ നന്നാക്കിക്കൊണ്ടും ഓനെ മനുഷ്യനെ നിലക്ക് സ്നേഹിച്ചുകൊണ്ടും ഓനോടുള്ള മൈത്രി നിലനിർത്തുക. മദ്യപാനിയോടുള്ള മൈത്രി എങ്ങനെ? 1/2 ലിറ്റർ കുടിച്ചിട്ടാ? അല്ല. ഞാൻ തുറന്നു പറയണം, പലരും നിങ്ങളുടെ മനസ്സിൽ മൂടിയേക്കും. പലരും കള്ളന്മാരാ, പറയില്ല. കള്ളത്തെ അറിഞ്ഞൂടാ. ഞാൻ തുറന്നു പറയണം, ഒരു ക്രിസ്തീയ പള്ളിയിൽ നടക്കുന്ന ആരാധനയല്ലേ, അത് ഇസ്ലാമിന് പറ്റില്ല. അതുകൊണ്ടൊരു മുസ്ലിം യേശുക്രിസ്തുവിനെ വിളിക്കുന്നതിനോടുകൂടി അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. പക്ഷേ അള്ളാനെ മാത്രം വിളിച്ചുകൊണ്ട് പള്ളിയിൽ അച്ഛനായിട്ട് നല്ല സ്നേഹത്തിൽ കഴിയുക, അതാണ് പോയിന്റ്. അതെങ്ങനെ കഴിയും? റസൂലുള്ളാഹി കണ്ടില്ലേ നിങ്ങള്? മുഹമ്മദ് നബി ഖുർആൻ പറയുന്നതറിയാം, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ജൂതൻ. അന്നും എല്ലാവർക്കും അറിയാം, ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ജൂതനാ. പക്ഷെ ആ ജൂതന്റെ വീട്ടിൽ നിന്ന് നബി ഭക്ഷണം കഴിച്ചില്ലേ? ആ ജൂതന്റെ വീട്ടിൽ മരിക്കാൻ നേരം റസൂലുള്ളാഹിന്റെ പടയങ്കി പണയം വെച്ചില്ലേ? ആലോചിക്ക്, ഒരു ജൂതന്റെ വീട്ടിൽ പടയങ്കി പണയം വെച്ചിട്ടാ റസൂൽ മരിക്കണേ. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോലും പടയങ്കി പണയം വെച്ചില്ല. നേരെ മറിച്ച് ജൂതന്റെ ഒരാദർശവും പ്രവാചകൻ കടെടുത്തിട്ടില്ല. ജൂതനോട് 10 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ജൂതന്റെ മതാഘോഷത്തിൽ മുഹമ്മദ് നബി പങ്കെടുത്തിട്ടില്ല. അത് പോയിന്റാ. മതലേനല്ല, മാനവിക സൗഹാർദ്ദം. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ക്ലിയറായി. ഈ നിൽക്കുന്ന ആള് മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്റെ ജീവിതമാണ്, എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. I was not regarded as a bright boy at the high school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന മുസൽമാന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം എല്ലാരും. എല്ലാ മുസ്ലിമും, എല്ലാ ഹൈന്ദവനും, എല്ലാ ക്രൈസ്തവനും. എന്താ ഈ മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ മാതാവ് അവര് വെച്ചു വിളമ്പിയ ഭക്ഷണം ആവോളം മഹാത്മാഗാന്ധി പറയായിരുന്നു, മൗലാന മുഹമ്മദ് അലിന്റെ ഉമ്മ വെച്ച ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ട്. വായിക്കണം, പഠിക്കണം സഹോദര. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ വിളമ്പിയ ഭക്ഷണം മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടില് ഗാന്ധിജി പലതവണ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലൊരിക്കലും, അതാ പോയിന്റ്, മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വിശ്വാസം സ്വീകരിച്ചിരുന്നോ? എപ്പോഴെങ്കിലും സ്വീകരിച്ചിരുന്നോ? മരിക്കുമ്പം പോലും മഹാത്മാഗാന്ധി എന്താ പറഞ്ഞേ? ഹരേ റാം ഹരേ റാം ഹരേ റാം രാമ 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 രാമ. അങ്ങനല്ലേ മരിച്ചത്? മഹാത്മാഗാന്ധിയുടെ രാമന്റെ ആരാധന മൗലാന മുഹമ്മദ് അലി ജൗഹർ അംഗീകരിച്ചില്ല. അബുൽ കലാം ആസാദ് തർജുമാനുൽ ഖുർആൻ എന്നൊരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്, ഖുർആന്റെ പരിഭാഷ. അതിൽ 103-ാമത്തെ പേജ് പറയുന്നറിയോ? എന്താ? ബിംബാരാധന ശരിയല്ല, ഖബറാരാധന ശരിയല്ല, പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ. ദീദീവികൻ ഓം എന്ന ദൈവത്തെ ആരാധിച്ചു ആദി ദ്രാവിഡന്മാരെന്നാണ് അത് പഠിപ്പിച്ച മൗലാന അബുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ ആശയത്തോട് വിയോജിപ്പുള്ള ആളായിരുന്നു. ഗാന്ധിജിയാകട്ടെ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ആദർശത്തോട് വിയോജിപ്പുള്ള ആളായിരുന്നു. പക്ഷേ നല്ല സ്നേഹിതന്മാരായി ഒരു രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിച്ചു. അവർക്കത് പ്രശ്നമായില്ല. നമുക്ക് മനുഷ്യർ മതസൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ ക്രിസ്ത്യാന്റെ ആഘോഷത്തിൽ മുസ്ലിമും, മുസ്ലിമിന്റെ ആഘോഷത്തിൽ ക്രിസ്ത്യാനിയും, ഹിന്ദുവിന്റെ ആഘോഷത്തിൽ മുസ്ലിമും പങ്കെടുക്കുന്നതിനാണ് നമ്മൾ സൗഹാർദ്ദം എന്ന് പറയാ. അതിന്റെ പേര് സൗഹാർദ്ദം എന്നല്ല, എന്റെ മിനിമം ഭാഷയെ പറഞ്ഞ തോന്നിയാസം. മനസ്സിലായോ? അതിന്റെ പേര് തോന്നിയാസം എന്നാ. സ്വന്തം മതത്തിൽ അഡ്രസ് ഇല്ലായ്മ. ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയി.
നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്റെ അമ്പല പ്രസംഗം കേട്ട ചിലരെങ്കിലും ഇവിടെ ഉണ്ടാവും. 62 ക്ഷേത്രങ്ങളിൽ പ്രസംഗിച്ചു ഞാൻ. എനിക്ക് അടുത്ത ദിവസം ഉണ്ട് 2 ക്ഷേത്രങ്ങളിൽ. അത് കഴിഞ്ഞ അടുത്ത ആഴ്ചയുണ്ട്. മെനയാന്ന് 6-ാം തീയതി. ഇന്നിപ്പോ എത്രേ 12 ഉള്ളൂ. കഴിഞ്ഞ 6-ാം തീയതി ഒരു ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ പള്ളിയിലച്ഛനുണ്ട്. സ്വാമിജിയുടെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വന്നില്ല. വിശ്വഭദ്രാനന്ദ ശക്തി ബോധിനി അദ്ദേഹം വന്നില്ല. പള്ളിയിലച്ഛൻ പിന്നെ മനുഷ്യന്റെ സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ ഞാൻ ആത്മാർത്ഥമായി അച്ഛനെ ചൂണ്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചു. അച്ചോ, എല്ലാ മതവും അഭിപ്രായം ഉണ്ടോ? മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൽ നമ്മൾ ജനങ്ങളെ സുഖിപ്പിക്കാൻ എന്ത് പറയും? എല്ലാ മതവും ശരിയാണ്, എല്ലാ മതവും പടച്ചോനിലേക്കാണ്, എല്ലാം ദൈവത്തിലേക്കാണ്. അല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് കളവ് പറയാറില്ല. അല്ല, പടച്ചോൻ അവതരിപ്പിച്ച ഒറ്റ മതം, അത് ദീനുൽ ഇസ്ലാമാണ്. ലോകത്ത് ബാക്കിയുള്ളൊക്കെ മനുഷ്യനുണ്ടാക്കുക. അതെന്തായാലും നിങ്ങൾ എന്തായാലും മുസ്ലിങ്ങൾ നോക്ക്, ഏർവാടി പോകുന്ന മുസ്ലിങ്ങൾ ഇസ്ലാം അല്ലാതെ, ഖബറ് കെട്ടി ഉയർത്തുന്ന മുസ്ലിം ഇസ്ലാം അല്ലാതെ, നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ ഒറ്റ സൃഷ്ടാവ്, അതെല്ലാ മതങ്ങളിലുണ്ട്. അത് നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു. അച്ഛൻ എന്നെ പ്രസംഗം കഴിഞ്ഞപ്പോ ഭയങ്കരമാണല്ലോടോ, ചിന്തിക്കേണ്ടതുണ്ടല്ലോ എന്നോട് പറയാൻ ഞാൻ അച്ഛനോട് ചോദിച്ചു, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന്, യേശുക്രിസ്തുവിലൂടെ രക്ഷയുള്ളൂ എന്നും വിശ്വസിച്ചാലല്ലാതെ ഒരു മനുഷ്യന് രക്ഷ ഉണ്ടോ അല്ലേ? നിങ്ങൾ പറയൂ. കിട്ടിങ്ങിപ്പോയി അച്ഛൻ. കാരണം അച്ഛന്റെ മനസ്സിൽ എന്താണ്? ശരിക്കും പറഞ്ഞോളൂ. ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന ക്രിസ്ത്യാനികൾ പറഞ്ഞോളൂ, മുസ്ലിങ്ങൾ ചെയ്യുന്നതും ഹൈന്ദവർ ചെയ്യുന്നതും ശരിയല്ല. യഥാർത്ഥ വിശ്വാസം യേശുക്രിസ്തുവിലുള്ള മോക്ഷാണ് എന്നല്ലേ മനസ്സിലുള്ളത്? അല്ലേ? സത്യല്ലേ? ഇനി അല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊരു എനിക്കറിയായിട്ട് ചോദിക്കാം. എനിക്കിങ്ങനെ കാപട്യം മനസ്സിലിങ്ങനെ, അതായത് ശരിയല്ല. അപ്പൊ നിങ്ങൾ എന്നെ ആലോചിച്ചു, സ്വാമിജി ഇവിടെ വന്നിട്ട് പറയാണെന്ത് എല്ലാ മതവും ശരിയാണ്, ഒരു പള്ളിയിലച്ഛനും പറയും എല്ലാ മതവും ശരിയാണ്, ഞാനും എഴുന്നേറ്റെന്ന് പറയും എല്ലാ മതവും ശരിയാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. എന്റെ ചെറിയ ബുദ്ധിയാണ് കുട്ടിക്കോളിങ്ങൾ. ആ ചെറിയ ബുദ്ധിന്ന് വന്നൊരു ചോദ്യം ചോദിക്കണേ, ക്രിസ്തു മതവും ശരിയാണ്, സ്വാമിജി പറയുന്നതും ശരിയാണെങ്കിൽ 10 കൊല്ലം എനിക്ക് സ്വാമിജിയായിട്ട് ജീവിച്ചൂടെ? 10 കൊല്ലം എനിക്ക് പള്ളിയിലച്ഛനായിട്ട് ജീവിച്ചൂടെ? എന്നാൽ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു മൈത്രി ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, എങ്കിൽ സ്വാമിജിക്ക് ഇപ്പൊ ചിദാനന്ദപുരി എന്നൊരു സ്വാമിജി ഉണ്ടല്ലോ, ഇല്ലല്ലോ? ശശികല ടീച്ചർ എന്നൊരു ടീച്ചറും ഉണ്ടല്ലോ. ഓരോ രണ്ടാളെയും അതിന് ലോകത്ത് എല്ലാവർക്കും അറിയാലോ. ഈ ചിദാനന്ദപുരി എപ്പോഴെങ്കിലും തൊപ്പിയും ജുബയിട്ട് താടി നീട്ടി പള്ളിയിലെ മൗല്യരാകുമോ? മരിക്കണവരെ ആകുമോ? എന്തുകൊണ്ടാകണില്ല? അതായത് ഞാൻ തൊപ്പിട്ട് താടി നീട്ടി ജുബട്ട് മുസ്ലിമിന്റെ വിശ്വാസം സ്വീകരിച്ച് എനിക്ക് മോക്ഷം കിട്ടൂല എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അതാണ് തുറന്നു പറഞ്ഞാ പോരെ. ഞാൻ സനാതന ഹിന്ദുവായി ജീവിച്ചാലേ ശരിക്കില്ലേ? ഹൈന്ദവരുടെ വിശ്വാസം എന്താ? സനാതന ധാർമ്മികതയാണ് ഏറ്റവും ബെറ്റർ, അദ്വൈതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പറയുന്നത് എന്തറിയോ? അതാണ് ബെറ്റർ എന്ന് പറയണം. അത് പറഞ്ഞിട്ടില്ല പിന്നെ എന്താ അർത്ഥമുള്ളത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു. ഞാനേ കഴിഞ്ഞ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ അതിന്റെ അധ്യക്ഷൻ പറഞ്ഞൊരു വാചകം, ആ വാചകം ഞാൻ അപ്പം തന്നെ എടുത്തു പറഞ്ഞു. ആ വാചകം ശരിയല്ല. നമ്മുടെ 5 പേര് ഷഹീദായ രക്തസാക്ഷികളായ, അവരുടെ ഭാഷയിൽ ഷഹീദ് എന്നുള്ള ഒരു അറബി, ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദത്തിലല്ല ഭാഷാപരമായി 5 രക്തസാക്ഷികൾ കൂത്തുപറമ്പിലെ ടൗൺ സ്ക്വയർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവ്, ഞാൻ പേരൊന്നും പറയില്ല, അയാൾ പറയാണ് എന്റെ മതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നോണ്ടാണ് കുഴപ്പമുണ്ടാകുന്നത്. അല്ല ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ആ വാചകം ഇനി പറയരുത്, നിങ്ങൾ തിരുത്തണം. കാരണം എന്താ അറിയുന്നത്? ഞാൻ ലളിതമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ മതമാണ് ശരി, എന്റെ മതമാണ് ബെറ്റർ, നിന്റെ മതം അത്ര ശരിയല്ല എന്ന് പറയുന്നിടത്തല്ല കുഴപ്പം. പിന്നെ എവിടെയാണെന്ന് അറിയുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഈ മാനന്തവാടിയിൽ 5 ഹോട്ടൽ ഉണ്ട് നിങ്ങൾ വിചാരിച്ചോളൂ. 5 ഹോട്ടൽ ഉണ്ട് ഈ മാനന്തവാടി. അതിലൊരു ഹോട്ടൽ ഏറ്റവും ബെറ്ററാണ്. ആ ഹോട്ടലിലാണ് ഏറ്റവും നല്ല ഭക്ഷണം, ആ ഹോട്ടലിലാണ് താരതമ്യേന വില കുറവ്, ആ ഹോട്ടലിലാണ് സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുള്ളത്, ആ ഹോട്ടലിലാണ് സർവീസ് ചെയ്യാൻ ആളുകൾ കൂടുതൽ. ആരെവിടെ വന്നിരിക്കുമ്പോഴേക്കും സർവീസ് ചെയ്യാൻ ആളുകൾ വരും. എന്താ വേണ്ടത്? എങ്ങനെ വേണ്ടത്? വേഗം കിട്ടും. നോക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല മുതലാളി തൊഴിലാളിയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന സ്ഥലം, നല്ല ഭക്ഷണം, വേഗത്തിൽ കിട്ടും. ഇതൊക്കെയാണെന്ന് വിചാരിക്കുക. എന്നാൽ ബാക്കി 4 ഹോട്ടലിലും ഇതൊന്നുമില്ല. ഹോട്ടലുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, ആ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ആത്മാർത്ഥമായി നമ്മൾ കുറച്ച് കാര്യം ഇനി മുതൽ പഠിക്കണം. നിങ്ങൾക്ക് പറ്റെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന് ഇരുന്ന് പഠിക്കണം, പബ്ലിക്കിലല്ല. ഞാൻ പറയും, ഞാൻ എന്റെ നമ്പർ ഔട്ട് ചെയ്യാം, നിങ്ങളുടെ നമ്പറിൽ വിളിച്ചോളി. എടുക്കാൻ നേരമില്ലാത്തതും ഫോൺ വരാറുണ്ട്. സമയോചിതമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് വാദിച്ച് ജയിക്കുക. എന്നാലും സ്നേഹത്തോട് നിങ്ങളായിട്ട് സംവാദത്തിന് ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട്, സത്യം നമ്മൾ അറിഞ്ഞതും നല്ല കാര്യം.
നമ്മൾ ശരിക്കുള്ള സത്യം പഠിച്ചിട്ടില്ല. ശരിക്കുള്ള സത്യം വേദഗ്രന്ഥങ്ങളിലുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അവിടെയല്ല നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ ഉദാഹരണങ്ങൾ ശരിക്കും കേൾക്കണം. 5 ഹോട്ടലുണ്ട്, അതിലൊരു ഹോട്ടൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. അങ്ങനെ എല്ലാവർക്കും അറിയാം ഹോട്ടൽ. ആ മുതലാളിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഇനി മാനന്തവാടിയിലേക്കാ പോണെന്ന് പറഞ്ഞാൽ, എടാ നീ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ പോയി നരക്കേടില്ലാത്ത നല്ലൊരു ഫുഡ് കിട്ടും എന്നൊക്കെ എല്ലാരും പറയും. എന്തുകൊണ്ടാ അങ്ങനെ? ഇനി ഞാൻ പറയുന്ന പോയിന്റും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ നല്ല 5 ഹോട്ടലിൽ ഏറ്റവും ബെറ്ററായ ഹോട്ടലിന്റെ മുതലാളി അയാള് പറയാണ് ഒരിക്കല്, എന്താ പറയണത്, എന്റെ ഹോട്ടലാണ് ഏറ്റവും പെർഫെക്റ്റ്. അതിന് ഇന്നെന്ന കാരണമുണ്ട്. ഇന്നെന്ന കാരണം കൊണ്ടാണ് എന്റെ ഹോട്ടൽ ബെറ്റർ ആകാനുള്ള കാരണം എന്ന് അയാൾ പറഞ്ഞാൽ അടി ഉണ്ടാവുമോ? അതൊരു സത്യമല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? പിന്നെ എവിടെ അടി ഉണ്ടാകുക? എന്റെ ഹോട്ടലാണ് ഏറ്റവും ബെറ്റർ, അതുകൊണ്ട് നിങ്ങളെ 4 ഹോട്ടലും ഇനി മാനന്തവാടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നയാൾ വിചാരിച്ചാലോ? അവിടെയാണ് പ്രശ്നം. എവിടെയാ പ്രശ്നം? 5 ടെക്സ്റ്റൈൽസ്, അതിൽ ഏറ്റവും നല്ല ടെക്സ്റ്റൈൽസ് എന്തായാലും ഉണ്ടാവും. ഒരു ടെക്സ്റ്റൈൽസ് ഏറ്റവും മുന്തി നിൽക്കുന്നേ എല്ലാം കൊണ്ടും. ആ ടെക്സ്റ്റൈൽസിലെ മുതലാളി പറയണത്, ഇവിടുത്തെ മറ്റ് ടെക്സ്റ്റൈൽസുകളെ അപേക്ഷിച്ച് എന്റെ ടെക്സ്റ്റൈൽസ് ആണ് പെർഫെക്റ്റ്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അയാൾ പറയണത്, ഇനി മുതൽ ഇന്റത് മതി, ബാക്കിയൊന്നും ഉണ്ടായത്. അതാണ്. ഏതുപോലെ ഇസ്ലാമാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞാൽ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇസ്ലാം അല്ലാത്തൊന്നും നിലക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയാലോ എന്നെ ശ്രദ്ധിക്കണം. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഇനിയും മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ ചെയ്തതാണ്. തലച്ചോറൊന്ന് കഴുകി വൃത്തിയാക്കാം. ഇനിയും മനസ്സിലാവണില്ലെങ്കിൽ, ഇനി ഏതൊക്കെ കോലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എനിക്ക് അറിഞ്ഞൂടെ ജനങ്ങളെ. ഞാൻ ഒറ്റ ദിവസവും ഇല്ലാതെ പ്രസംഗിക്കാൻ, ഒരൊറ്റ ദിവസവും ഇല്ലാതെ. നിന്നോട് ആളുകൾ ചോദിച്ചത് എന്തറിയോ? നിന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നാളെ സമ്മേളനം, ഞങ്ങളെ വലിയ സമ്മേളനം നടക്കണേ, നിങ്ങൾ നാളെയും മറ്റന്നാളും വേറെ എവിടെയെങ്കിലും ഡേറ്റ് കൊടുത്തുക്കോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമ്മേളനത്തിൽ 2 പ്രസംഗമുണ്ട്. ഞാൻ കല്യാണം കഴിച്ച അന്ന് പ്രസംഗിച്ച ആളാ. കല്യാണം കഴിച്ച അന്ന് ലോകത്തൊരാളും പ്രസംഗിച്ചിട്ടുണ്ടാവില്ല. നിക്കായിന്റെ ഉച്ചക്കും കഴിഞ്ഞു, നിക്കായിന്റെ മുമ്പും പ്രസംഗിച്ചു, നിക്കായ് കഴിഞ്ഞിട്ട് മഗ്‌രിബിനും പ്രസംഗിച്ചു, പിറ്റേന്നും പ്രസംഗിച്ചു. അതിന് ദാമ്പത്യം തടസ്സമല്ല. പ്രസംഗിക്കുന്ന എന്തിനറിയോ? മനുഷ്യരെ നിങ്ങൾ ഒന്നാണെന്ന് പറയാൻ. നിങ്ങൾ ഒന്നാണ്. നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് മതപണ്ഡിതന്മാർ, നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയണം. നിങ്ങൾക്കും മനസ്സിലാവും ചിലതൊക്കെ. നിങ്ങൾ വെറുതെ അങ്ങനെ, നിങ്ങളിപ്പോ ഇവിടെ ക്യാമറ ടൈം സെറ്റിലാണ് നിൽക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഞാൻ പറയണേ ചിലതൊക്കെ ശരിയല്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ആ തോന്നൽ ചതിക്കാത്ത മനസ്സിന്റെ ഉടമകളുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം, നമ്മൾ എന്തിനാ തല്ലുന്നത്? ദൈവത്തിന്റെ പേര് പറഞ്ഞ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മനുഷ്യരില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അല്ലേ? ഇസ്ലാം മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യ, മനുഷ്യവാസം ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? ഉണ്ടല്ലോ. ശ്രീരാമനില്ലാത്ത, ശ്രീകൃഷ്ണനില്ലാത്ത, പിശാരിക്കാവിലമ്മയില്ലാത്ത, ഉള്ളാളന്തങ്ങളില്ലാത്ത, യേശുക്രിസ്തുല്ലാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ലാത്ത, മനുഷ്യരാരുമില്ലാത്ത ഒരു കാലഘട്ടം ഈ ഭൂമിക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. ഞാൻ ഇനി ആത്മാർത്ഥമായിട്ട് ചോദിക്കണം, എല്ലാവരോടും മനസ്സ് തട്ടി, അന്ന് അമ്പലമുണ്ടോ? ഇല്ല. അന്ന് പള്ളിയുണ്ടോ? ഇല്ല. അന്ന് ക്രിസ്തീയ ചർച്ച് ഉണ്ടോ? ഇല്ല. അന്ന് മസ്ജിദ് ഉണ്ടോ? ഇല്ല. സിനഗോഗിലുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഇനി ഞാൻ പറയുന്ന വാചകങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അന്ന് ഇതൊന്നുമില്ലെങ്കിൽ ആകാശല്ലായിരുന്നോ കുഞ്ഞിക്കണ്ണ? ആകാശല്ലായിരുന്നോ സുബ്രഹ്മണ്യ? ആകാശല്ലായിരുന്നോ ജോർജ്? നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 13.5 ലക്ഷം ഭൂമി. എത്ര? 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട്. എന്തിന്? 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വലുപ്പുണ്ട്. എന്തിന്? സൂര്യനെ. നമ്മളിങ്ങനെ കട്ട, ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ചോന്ന സൂര്യന്റെ എങ്ങനെ കാണാ അസ്തമിക്കുമ്പോ? അപ്പൊ എന്റെ സഹോദരൻ ഇതൊക്കെ കാണട്ടോ ഇങ്ങോട്ട് വന്നാലേ. തമാശയായിട്ട് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ആ സൂര്യൻ എങ്ങനെ കാണുമ്പോ നമ്മളെന്താ വിചാരിക്കണേ? ഒരു 4-5 പപ്പടം ഒന്നിച്ചു വെച്ചാൽ കിട്ടണ വലുപ്പം ആണോ? നോക്ക് മോനെ, ഒന്ന് ശ്രദ്ധിക്ക്. എത്ര 100 നോക്ക്, നിങ്ങൾ നോക്ക്. 13.5 ലക്ഷം. 13.5 ലക്ഷം ഭൂമി. നമ്മൾ വസിക്കുന്ന 715 കോടി മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമി 13.5 ലക്ഷം ഉണ്ടെങ്കിൽ അത് സൂര്യനെ കൊണ്ടുവച്ചാ സൂര്യന്റെ വലുപ്പം അത്രയാണ്. ഇനി ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമുണ്ട്. ഈ ലോകത്ത് ആരാ സൃഷ്ടിച്ചത്? എന്റെ ജോർജ് കുഞ്ഞിക്കണ്ണ ആരാധന സൃഷ്ടിച്ചത്? അവനല്ലേ ഉടയ തമ്പുരാൻ, അവനല്ലേ പടച്ച തമ്പുരാൻ, അവനല്ലേ ലോകത്തിന്റെ നാഥൻ, അവനെയല്ലേ ആരാധിക്കേണ്ടത്? സായിബാബ മരിച്ചപ്പോ 10 മണി മുല്ല വിടരാതിരുന്നോ? ഞാൻ ചിന്തിക്കണത്, സായിബാബ മരിച്ച അദ്ദേഹത്തിന്റെ ബോഡി കിടത്തുമ്പോ രാവ് പകലാകാതിരുന്നോ? പകല് രാവാകാതിരുന്നോ? ഏതെങ്കിലും ഒരു ചെടി മുളക്കാതിരുന്നോ? ഏതെങ്കിലും ഒരു പുഷ്പം വിടരാതിരുന്നോ? ഏതെങ്കിലും ഒരു പച്ചക്കറി ഇല്ലാതിരുന്നോ? ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇല്ലാതായോ?
ഇല്ല. ബുദ്ധിയുള്ളവർക്ക് എന്ത് മനസ്സിലായി? സായിബാബക്ക് ഇതിലൊന്നും ഒരു കൺട്രോളും ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് ആ നബിയുടെ ഭൗതിക ശരീരം ഇങ്ങനെ കിടത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഓക്കെ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. മൻ കാന യഅബ്ദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഹയ്യുൽ ലാ യമൂത്ത്, അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, അല്ലാഹ്ക്ക് മരണമില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ പ്രസംഗം കഴിഞ്ഞ് ബീദിനില്ല ഞാൻ മടങ്ങി എന്റെ വീട്ടിലെത്തിയാൽ എന്റെ ഭാര്യ ഓടി വന്നിട്ട് വാട്സപ്പ് തുറന്നിട്ട് എന്നെ കാണിച്ചു തരാം, അല്ല മരിച്ചു കേട്ടോ 8:30. നഊദുബില്ലാ. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മുസ്ലിമിനുണ്ടോ? അല്ല മരിക്കുവോ? മുസ്ലിങ്ങളുടെ അല്ല മരിക്കുവോ? ഹൈന്ദവർക്ക് പറയാൻ പറ്റുമോ ഇത്? ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റുമോ ഇത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കും, ഈ മാനന്തവാടിയിൽ അടുത്ത നിങ്ങൾ വിളിച്ചോളി, ഞാൻ നിങ്ങളോട് പറയാം. മാനന്തവാടിയിലെ പ്രസംഗം കേട്ട ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഞാൻ നിങ്ങളോട് പറയണം, മുസ്ലിങ്ങളും. നിങ്ങളൊരു ക്രിസ്ത്യാനി പണ്ഡിതനെയും ഒരു ഹൈന്ദവ പണ്ഡിതനെയും എന്നെയും വിളിക്കാം. എന്നിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസം പോലെ ഏകദൈവ വിശ്വാസം സ്വാമിജിയോട് അവതരിപ്പിക്കാൻ പറയാം. പള്ളിയിലെ രണ്ടാളും ഇറങ്ങിപ്പോ എന്തേ അവതരിപ്പിക്കാൻ കഴിയാത്തത്? എന്താ? അതാ വർഗീയത. നമ്മൾ വർഗീയവാദികളായി പോകുന്നു മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ. സത്യല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലളിതമാവും. പിശാരിക്കാവിലെ അമ്മ, ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനമൊക്കെ പുറമ്പോക്ക ആണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അത് വർഗീയവാദാണ്? അതായത് ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും എനിക്കറിഞ്ഞുകൂടെ. ഇന്നത്തെ എന്റെ രണ്ടാമത്തെ പ്രസംഗം. എന്റെ സുഹൃത്തുക്കളെ, ആരോഗ്യമുള്ള നീട്ടി തന്നാൽ ചിലതൊക്കെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ചെയ്യേണ്ടതുണ്ട്. ഈ മലയാളക്കരയിൽ അത് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് വേണം മരിക്കാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരോഗ്യത്തോടുള്ള ദീർഘായുസ് അന്ന് എനിക്ക് തരട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ചിലതൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. എല്ലാരും പറയാത്തത്, ആരും പറയാൻ മടിച്ചത് ചിലത് പറയുന്നുണ്ട്. അത് പറയാൻ ഞാൻ ശരിക്കും നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു വാഹനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബസ്സിന്റെ ഫ്രണ്ടില് കണ്ണാടിക്കൂട്ടില് ക്രിസ്ത്യാനിയുടെ ദൈവത്തെ കാണാം, ഹൈന്ദവരുടെ ദൈവത്തെ കാണാം, മുസ്ലിമിന്റെ ദൈവത്തെ കാണാൻ പറ്റണില്ല. എന്താടോ അങ്ങനെ? അവിടെ പള്ളിയാ കാണുന്നത്. പള്ളി ക്രിസ്ത്യാനിന്റെ ദൈവത്തെ കാണാം, ഹിന്ദുവിന്റെ ദൈവത്തെ കാണാം, മുസ്ലിമിന്റെ ദൈവത്തെ കാണാൻ പറ്റില്ല. പള്ളി എന്തോ ഒരു പോരായ. എന്താ പോരായ? ഇസ്ലാമിന്റെ അള്ളാൻ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടൊരു സുഖമുണ്ട്. ഒരു ഹൈന്ദവൻ ആരാധിക്കുന്ന ഒരു ദൈവത്തെ അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ആർക്കും ദേഷ്യം പിടിച്ച് അതിനെ തച്ചൊടക്കാം. ഇസ്ലാമിന്റെ അള്ളാനെ തച്ചൊടക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, കിട്ടൂല. അതെല്ലാ വേദവും പഠിപ്പിച്ച അങ്ങനെയല്ലേ ആണ്. തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യതി തമുപാസതേ യശ്രോത്രേണ നശ്രുനോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യതി തമുപാസതേ. കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയുന്നത്? അർത്ഥം കേട്ടൂടെ? ഇവിടെ വരുമ്പോ ഏതെങ്കിലും ഒരു അമ്പലം കരുതിക്കോ. ആ അമ്പലത്തിൽ ഒരു പ്രതിമന്റെ മുമ്പിൽ പോയിട്ട് ഭക്തവത്സല മാധവ, വേദഗ്രന്ഥം പറയാണ് മാധവ, ഏതൊരു പ്രതിമയുടെ മുമ്പിലാണോ നീ കൈകൂപ്പി നിൽക്കുന്നത്, എടാ അത് നിന്റെ ദൈവമല്ല. കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം പറയാണെന്ത്? അത് നിന്റെ ദൈവമല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സാക്ഷാലീശ്വരൻ, അവനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. നോക്കുകൾ ഹൈന്ദവ വേദഗ്രന്ഥത്തിലുള്ള അല്ലേ? എന്താ യജുർവേദം? യജുർവേദത്തിലെ 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താ? നതസ്യ പ്രതിമാസ്. ഞാന് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രാകേഷ്. ഞാൻ പറഞ്ഞു മറന്നോണ്ടല്ലോ അങ്ങോട്ട് വരുന്നേ. ഞാൻ പറഞ്ഞിടത്തേക്ക് പിശാരിക്കാവിലമ്മ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന അവിടേക്ക് ഞാൻ വരും. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാകാതെ. എന്താ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച എന്റെ രാകേഷ് പിന്നെ പഞ്ചാബില് പട്ടാളത്തിലാണ്. രാകേഷ് ഒരിക്കലും വന്നത് ഞാൻ എന്റെ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ റിവേഴ്സിട്ട് തിരിക്കുന്ന സമയത്താണ് രാകേഷിനെ ഞാൻ കാണുന്നത്. രാകേഷ് ചേരാ എന്താ ഇത്? സർപ്രൈസ്. രാകേഷ് നീ എന്താ ഇവിടെ? നിന്റെ വീടാണ്. ആ രാകേഷ്, എത്ര വർഷമായി നിന്നെ കണ്ടിട്ട്, നീ എവിടെയാ? ഞാൻ പട്ടാളക്കാരനാണ്. ആ രാജ്യം കാക്കുന്ന പട്ടാളക്കാരനാണല്ലേ, നീ ഭാഗ്യവാനാണ്. ഞാൻ ഈ രാജ്യത്ത് മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രഭാഷകനുമാണ്. അപ്പൊ എന്നോട് ഞാൻ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നെ കാണണമെന്ന് എനിക്ക് കൊതി ഉണ്ടായിരുന്നു. ഏതായാലും കണ്ടു തന്നെ, വാ നമുക്കൊരു ചായയോ കുടിക്കാറിന് ഇന്ന് രാകേഷ് കൊണ്ടുവരണം അവന്റെ വീട്ടിലേക്ക്.
വീട്ടിൽ ചെന്നപ്പോ ഞാൻ അവന്റെ വീടൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു പൂജാമുറി. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട്. ആ പൂജാമുറിയിൽ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, രാകേഷ് ഇതെന്താടാ? അത് പൂജാമുറിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ കാണണേ? അത് ചതുർവേദമാണ്. ഋഗ്വേദം, സാമവേദം, അഥർവേദം, യജുർവേദം. ഞാൻ പറഞ്ഞു, എടാ യജുർവേദം നിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കേ നീ പ്രതിമ വെക്കേ, പൂജാമുറി ഉണ്ടാക്കിയിട്ട് അതിന് പ്രതിമ വെക്കേ, യജുർവേദത്തിനെതിരാണത്. അപ്പൊ അവൻ ചോദിച്ചടാ യജുർവേദം. ഞാൻ ചോദിച്ചപ്പോ അവൻ ആദ്യം എന്നോട് പറഞ്ഞെന്തറിയോ, പൊന്നിരിക്കുന്നിടത്ത് എന്താ പൂച്ചക്ക് കാര്യം, നിനക്ക് എന്തിനാടാ മാപ്പിളച്ചക്ക യജുർവേദം? ഞാൻ പറഞ്ഞു, കുഞ്ഞുമോനെ എടുക്കും, ഞാൻ കാണിച്ചത് എന്തിനാണ്, ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. യജുർവേദം എടുത്തിട്ട് ഞാൻ പറഞ്ഞു 32-ാമത്തെ അധ്യായം മറക്കും. അപ്പൊ ഇങ്ങനെ മറിച്ചിട്ട് 32 ചോദിച്ചു, എന്താടാ പുതുമ? 3-ാമത്തെ ശ്ലോകം വായിക്കും. എടാ അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചായിരുന്നു, അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചേ. പ്രതിമ പാടില്ല. ഞാൻ ചോദിച്ചു, ഇതെന്താ? അത് പൂജാമുറി. അതെന്താ? അത് പ്രതിമ. ഇത് വെക്കാൻ പാടില്ല എന്ന് യജുർവേദം തലിന്റെ മുകളിൽ വെക്കുകയും എന്നിട്ട് ആ ബിംബം വെക്കുകയും, നീ ശരിയാണോടാ എന്ന് ചോദിച്ചു. അപ്പോഴവൻ തൊള്ളേക്ക് നോക്കി, പൂജാമുറിയിലോ അല്ലെ, പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ? ആരെയാ ഒരു വിളിക്കുന്നത്? ലോകത്തിന്റെ നാഥനെ, 7 ആകാശം സൃഷ്ടിച്ച ദൈവത്തെ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഒരു സ്വാമിജി ഇവിടെ കയറി വന്നിട്ട് ഇങ്ങനെ പറയോ എന്ത്? 7 ആകാശം 7 ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ ആരാധിക്കാന്ന് ഒരു സ്വാമിജിക്ക് ഇവിടെ ഒന്ന് പറയാൻ കഴിയോ? ഒരു പള്ളിയിലച്ഛൻ ഇവിടെ ഒന്ന് പറയാൻ കഴിയോ? യേശുക്രിസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട്, കന്യാമറിയമിന്റെ അച്ഛനമ്മയുണ്ട്, അതിനു മുമ്പ് അവരുടെ മാതാവുണ്ട്, ആകാശഭൂമിയുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കണം എന്നൊരു പള്ളിയിലച്ഛനോട് ഒന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് നമ്മുടെ വർഗീയതയുടെ തുടക്കം. ഇനി പിശാരിക്കാവിലമ്മലേക്ക് വന്നോ? ഇനി ഞാനൊരു കാര്യം, ഇത് പുതുമയൊന്നല്ല, നിങ്ങളുടെ ഇവിടുത്തെ ചർച്ചിൽ കയറിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാം, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും യേശുക്രിസ്തുവാണ് എന്റെ രക്ഷകനെന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് യേശുക്രിസ്തു നന്മ നൽകുമോ? പറയട്ടെ. പിശാരിക്കാവിലമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന ബാക്കി വാഹനോ? പിശാരിക്കാവിലമ്മയിൽ വിശ്വസിക്കുന്നവന് മാത്ര. ഇനി ആറ്റുകൽ പൊങ്കാല മഹോത്സവം നടക്കാറുണ്ട്. ആറ്റുകലമ്മ എന്താ? തിരുവനന്തപുരത്തെ ടൗണൊക്കെ സ്ത്രീകൾ ബ്ലോക്കാക്കും. വിളിച്ചാ വായ പൊടുന്നതിനും ഉത്തരം നൽകുക ആറ്റുകലമ്മ. ആർക്ക്? മുസ്ലിമിന് നൽകുവോ? ക്രിസ്ത്യാനിക്ക് നൽകുവോ? ഇല്ല. എന്നങ്ങൾക്കൊരു ചരിത്രം കേൾക്കണ്ടേ? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അപാരാണ്. അബ്രഹാം പ്രവാചകൻ എന്നൊരു പ്രവാചകനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിലിന്റെ ഉപ്പ, ഇസ്ഹാക്കിന്റെ ഉപ്പ, ഹാജറയുടെയും സാറയുടെയും ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുള്ള. ആ ഇബ്രാഹിം നബി ഒരിക്കലും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ വർഗീയത കടന്നു വന്നു. ശരിക്കും ചിന്തിച്ചോളൂ മുസ്ലിങ്ങളെ, ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി മുതൽ ശ്രദ്ധിച്ചോളി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ വളരെ സങ്കുചിതത്വമായ ഒരു പ്രാർത്ഥന വന്നു. അള്ളാഹു തിരുത്തി. പ്രാർത്ഥന എന്തായിരുന്നു അറിയോ? സൂറത്ത് ബക്കറ. സൂറത്ത് ബക്കറ എടുത്തോ, ഞങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ച 126-ാമത്തെ വചനം. സൂറത്ത് ബക്കറയിലെ 126-ാമത്തെ വചനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വർഗീയപരമായ ഒരു പ്രാർത്ഥന നടത്തിയപ്പോ അള്ളാഹ് പറയാണ്, ഓ ഇബ്രാഹിം, നിന്നിൽ നിന്ന് ഒരിക്കലും ഇത് വരാൻ പാടില്ലായിരുന്നു. ഇബ്രാഹിം, നീ ഒരു വർഗീയവാദിയല്ല. ഇബ്രാഹിം, ഞാനും ഒരു വർഗീയവാദിയല്ല. ഇബ്രാഹിം, നോക്കണം നിങ്ങൾ മുസ്ലിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഖുർആൻ വായിച്ചാ പോരാ, പഠിക്കണം, മനസ്സിലാക്കണം. വെറുതെ ഓതി കീശലാക്കിയാ പോരാ, മരിച്ചെടുത്ത് യാസീൻ ഓതിയാ പോരാ, ജീവിതത്തിന് വേണ്ടി ഓതണം. കേട്ടോളി. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മൻ നോക്കൂ മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താ അറിയോ? അല്ലാഹുവേ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ പട്ടണത്തെ നിർഭയത്വത്തിന്റെ പട്ടണാക്കണേ. എന്നിട്ട് ഇബ്രാഹിം നബി പറയുന്നത് എന്താ അറിയോ? അല്ലാഹുവേ, നിന്നെ വിശ്വസിക്കുന്നവർക്കും അല്ലാഹുവേ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്കും നീ സമറാത്ത് കൊടുക്കണേ, ഉപജീവനം കൊടുക്കണേ, സസ്യലതാദികൾ കൊടുക്കണേ, ഫ്രൂട്ട് കൊടുക്കണേ എന്നാണ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ചവർക്ക് ഫ്രൂട്ട് കൊടുത്താൽ മതി, നിന്നിൽ വിശ്വസിച്ചവർക്ക് പച്ചക്കറി കൊടുത്താൽ മതി, നിന്നെ നിഷേധിച്ചവർക്ക് കൊടുക്കരുതേ. അപ്പൊ അല്ലാഹ് ഇബ്രാഹിം നബീനെ തിരുത്തി പറയണോ, ഓ ഇബ്രാഹിം, ഞാൻ ആരാന്നാണ് വിചാരിച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം, മനുഷ്യരോട് മുഴുവനും കാരുണ്യമുള്ള മനുഷ്യരുടെ ദൈവാ ഞാൻ. എന്നിട്ട് ഇബ്രാഹിം നബിയോട് പറഞ്ഞു കൊടുക്കുക, കാല വമൻ കഫറ. പറയ് ഇബ്രാഹിം. ഇബ്രാഹിം പ്രാർത്ഥന തിരുത്തിയിട്ട് ഇങ്ങനെയും കൂടെ പറ,
ദൈവനിഷേധികൾക്കും ഭക്ഷണം കൊടുക്കണേ അല്ലാ എന്ന് ഇബ്രാഹിം. ലോകത്ത് ഏത് മതവിശ്വാസിക്ക് ഇങ്ങനെ കഴിയും? ലോകത്തേത് മതവിശ്വാസിക്ക് എന്ത്? ലോകത്തിൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകം അറിയോ? ഇസ്ലാമിന്റെ അള്ളാന്റെ പ്രത്യേകം അറിയോ? ഇനി അത് പറയുമ്പോ ഞാൻ തെളിച്ചു പറയാം. ഇപ്പൊ നിങ്ങളൊരു ക്രിസ്ത്യാനെ കണ്ടാ ചോദിച്ചു കണ്ട്, ഇല്ലാമ ചേച്ചി ആരാ നിങ്ങൾക്ക് ഈ നന്മയൊക്കെ നൽകി? പറയും, കർത്താവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സഹായം കൊണ്ട് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. യേശുക്രിസ്തുവിന്റെ സഹായം കൊണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, കാലിക്കറ്റിന്ന് തൃശൂർ റൂട്ടിലേക്ക് പോകുമ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലെഫ്റ്റ് സൈഡില്, നമ്മൾ ഇവിടുന്ന് തൃശൂർ ഭാഗത്തെ ലെഫ്റ്റ് സൈഡില് നിങ്ങൾക്ക് ഒരു ചർച്ച് കാണാം. അവിടെ യേശുക്രിസ്തുവിന്റെ ഇങ്ങനത്തെ ഒരു പ്രതിമ കാണാം. യേശുക്രിസ്തു ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമ. യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷകൻ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഒരു ഹൈന്ദവ സഹോദരൻ എന്താ വിചാരിക്കുക? ഗുരുവായൂരപ്പനാണ് എനിക്ക് നന്മകൾ നൽകിയത്, പിശാരികാവിൽ അമ്മയാണ് എനിക്ക് നന്മ നൽകി എന്നൊക്കെ വിചാരിക്കും. എന്റെ കുലദൈവമാണ് എന്നെ അനുഗ്രഹിച്ചതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരൊറ്റ ഹിന്ദുവിനും ഗുരുവായൂരപ്പൻ ഒരു നന്മയും നൽകിയിട്ടില്ല. ഒരൊറ്റ ക്രിസ്ത്യാനിക്കും യേശുക്രിസ്തു ഒരു നന്മയും ചെയ്യുന്നില്ല. ഒരൊറ്റ മുസ്ലിമിനും ഒരു മൊയ്തീൻ ശൈഖ് ഒന്നും ചെയ്യണില്ല. ഇതാണ് സത്യം. ഈ സത്യങ്ങൾ അംഗീകരിച്ചല്ലെങ്കിലും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തോ. യേശുക്രിസ്തു ക്രിസ്ത്യാനിനെ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ തെളിയിക്ക്. സിമെന്റഡ് പ്രൂഫ് തന്നിട്ട് തെളിയിക്ക്. യേശുക്രിസ്തു എനിക്ക് കുട്ടിനെ തന്ന്, ഗുരുവായൂരപ്പൻ എനിക്ക് കുട്ടിനെ തന്ന്, മൊയ്തീൻ ശൈഖ് ഒരു തെളിവുണ്ടോ? വിശ്വാസമല്ലാതെ ജനങ്ങളെ എല്ലാവർക്കും എല്ലാം നൽകുന്ന ആരറിയോ? പള്ളിയിലച്ഛനെയും സഹായിക്കുന്ന അള്ളയാണ്, മൊയ്തീൻ ശൈഖിനെയും സഹായിക്കുന്ന അള്ളയാണ്, സ്വാമിജിനെയും നിലനിർത്തുന്ന അള്ളയാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ പറയാണ്, നമ്രൂദിന് ഇബ്രാഹിമിനോട് തർക്കിക്കാൻ നമ്രൂദിന് ഭരണാധികാരം നൽകിയ ഞാനാണ്. നരേന്ദ്രമോദിക്ക് അധികാരം കൊടുത്ത അള്ളയാ ഇന്ത്യക്ക് ഒരു പരീക്ഷണമായിട്ട്. മനസ്സിലായോ? ലോകത്തിന് നെതന്യാഹു ഭരിച്ചു, ലോകത്തിനൊരു പരീക്ഷണമായിട്ട്. അല്ലാതെ അല്ലല്ലാത്ത ഒരാളും ആർക്കും ഒന്നും ചെയ്യണില്ല. അത് നമ്മുടെ അന്ധവിശ്വാസ. അള്ളയാണ് എല്ലാം തരുന്നത്. ഇവിടുത്തെ ഹൈന്ദവനും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഇവിടുത്തെ മുസ്ലിമിനും സൂര്യന്റെ കിരണങ്ങൾ നൽകുന്ന അള്ളയാണ്. ഇവിടെ മഴ പെയ്താൽ നമുക്കാണ്, മനുഷ്യർക്കാണ്. അതെന്താ നമുക്ക് മനസ്സിലാകാത്തത്? ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. നിങ്ങളുടെ ബൈബിള് പരിശോധിക്കും. ഞാൻ എനിക്ക് ബേജാറ് തോന്നിയിട്ടുണ്ട്. ഞാന് കഴിഞ്ഞ ക്ഷേത്ര സമ്മേളനത്തിൽ അതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. 1 മണിക്കൂറേ ഉള്ളൂ ആ പ്രഭാഷണങ്ങൾ കേൾക്കണം. കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിലെ ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് നന്നായി ഉപകാരപ്പെടും എന്നെനിക്ക് ആത്മസംതൃപ്തി തോന്നിയ ഒരു പ്രസംഗമാണത്. അതൊരു മണിക്കൂറേ ഉള്ളൂ, പക്ഷെ നിങ്ങളത് കേൾക്കണം എല്ലാവരും. ഞാനിത് വെറുതെ പറയല്ല, എന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പറയല്ല. അതിലൊക്കെ ചില സത്യങ്ങളുണ്ട്. ജീവിതത്തിൽ സത്യത്തോടായിരിക്കണം നമ്മുടെ കൂറ്. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ഗാന്ധാരി ചോദിക്കാണ് ദുര്യോധന, ഗാന്ധാരിയോട് ദുര്യോധനൻ ചോദിക്കാണ്, അമ്മേ നമ്മൾ ജയിക്കുമോ? ഗാന്ധാരിയുടെ മറുപടി, യഥോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയുണ്ട്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയുണ്ട്. നിങ്ങൾ ആലോചിക്കണം, എവിടെയാണോ സത്യമേവ ജയതേ, എവിടെയാണോ നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിലുള്ളതാണ് സത്യം, എവിടെയാണോ അതാണ് ജയം. അതാ ജയിക്കേണ്ടത്. ഹിന്ദു ജയിക്കട്ടെ, മുസ്ലിം ജയിക്കട്ടെ, ക്രിസ്ത്യാനി ജയിക്കട്ടെ എന്നല്ല, സത്യം ജയിക്കട്ടെ. സത്യം ആരുടെ കൂടെയാണോ അവർ ജയിക്കട്ടെ എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട കാതലായ വശം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ബൈബിളിയുടെ വളരെ മനോഹരമായി യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഗുരു പ്രഭോ ഏറ്റവും നല്ല കൽപ്പന ഏതാണ്? അതിന് യേശുക്രിസ്തുവിന്റെ മറുപടി എന്താ അറിയുന്നത്? യേശുക്രിസ്തുവിന്റെ മറുപടി എന്താ അറിയുന്നത്? മാർക്കോസിന്റെ 12-ാം അധ്യായം ബൈബിൾ എടുത്തു നോക്കാം, 29-ാമത്തെ വചനം. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ, ഇസ്രായേലേ കേൾക്ക, എല്ലാരും കേട്ടോടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്. കാരണം എന്താണെന്നറിയോ? സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശുക്രിസ്തു ഗലീലിയായി വന്ന് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശുക്രിസ്തു പറയണെന്നറിയോ? ഞാൻ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും എന്നെ അയച്ച സൃഷ്ടാവ് എന്നെ പഠിപ്പിച്ചതാ. അല്ലാണ്ട് എനിക്ക് സ്വന്തം അഭിപ്രായമില്ല. ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 44 മുതലുള്ള വചനം വായിച്ചു. ഓക്കെ, ഒരു ക്രിസ്ത്യാനിതി കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചെന്നിട്ട് വായിച്ചു യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 54 വരെയുള്ള വചനം. അതിൽ യേശുക്രിസ്തു പറയുന്നതറിയോ? എന്നെ അയച്ചവൻ അവന്റെ ഇഷ്ടങ്ങൾ സ്വീകരിക്കേണ്ടത്. ഞാൻ ദൈവത്തിന്റെ അടിമയാ. ഞാൻ എന്ത് നിങ്ങളോട് പറയുന്നുണ്ടോ അത് അള്ളാഹ് എന്നെ അറിയിച്ചതാണ് എന്നാ അദ്ദേഹം പറയുന്നത്. ബൈബിളിലല്ല വാചകം.
എന്നിട്ടും നമ്മൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വേദം വായിക്കുന്നു എന്നാ പറയുന്നത്, ഏത് വേദം വായിക്കുന്നു എന്നാ പറയുന്നത്? നമ്മൾ ഒന്നായിരുന്ന സുഹൃത്തുക്കളെ, ഒരൊറ്റ ജനത, ഒരൊറ്റ ദൈവം. ശമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ്. യേശുക്രിസ്തു പറഞ്ഞ ഹീബ്രു ഭാഷയിലെ അരാമിക് ഭാഷയായിരുന്നു യേശുക്രിസ്തുവിന്റേത്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ്. യേശുക്രിസ്തു പറയുന്ന വാചകം എന്തറിയോ? ഇസ്രായേൽ സമൂഹമേ, കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഉണ്ടോ? നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. യേശുക്രിസ്തു ഒരിക്കൽ പോലും പറഞ്ഞില്ല പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവസങ്കല്പത്തിലെ മൂന്നളത്താണ് ഞാൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞില്ല. യേശുക്രിസ്തു പറഞ്ഞ എന്തറിയോ? നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക, സ്നേഹിക്കുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് സിദ്ധാന്തമുള്ള ഒരു ദൈവസങ്കല്പം പഠിപ്പിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ബൈബിള് വായിക്കുമ്പോ. എന്താ ബൈബിളില്? പിലാത്തോസിന്റെ പടയാളികൾ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് യേശുക്രിസ്തു പറഞ്ഞ എന്താ അറിയോ നിങ്ങൾക്ക്? യേശുക്രിസ്തു ഒരു കല്ലേറ് വെളിപാടകലെ യേശുക്രിസ്തു മുട്ടുകുത്തി വീണു. മുട്ടുകുത്തി വീണിട്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ, യേശുക്രിസ്തുവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പ് കണങ്ങൾ രക്തകണമായി. ബൈബിളിലുള്ള വാചക. ഞാൻ കോട്ടയത്ത് ചെന്നു, ക്രൈസ്തവരെയൊക്കെ വിളിച്ചിരുത്തി ഞങ്ങള് മുഹമ്മദ് ഈസയുടെ നേതൃത്വത്തിൽ ഷമീർ മദീനി, അതുപോലെ മാലിക് സലഫി ഒക്കെ ഉള്ള ഒരു വലിയ സദസ്സിൽ ക്രിസ്ത്യാനിയായ പള്ളിയിലെ അതായത് ക്രിസ്തീയ പണ്ഡിതൻ അവിടെ ഇരുന്നിട്ട് വാദിക്കേണ്ടത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നാളും തുല്യ ശക്തികളാണ്, മൂന്നാളും തുല്യ ശക്തിയുള്ളവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ബൈബിള് കള്ളാണല്ലേ, ബൈബിള് കളവാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വളരെ ചോദിച്ചാൽ തങ്ങൾ അങ്ങനെ പറയണേ? യേശുക്രിസ്തു ഒരു കല്ലേറ് വെളിപാടകലെ മുട്ടുകുത്തി വീണിട്ട് പടച്ചോനോട് ദ്വേർക്കുന്നത് ബൈബിള് പറയാണ്. എന്താ പ്രാർത്ഥിക്കുന്ന അറിയോ? എന്റെ കയ്യിൽ അറബി ബൈബിൾ ഉണ്ട്. അറബി ബൈബിൾ അറേബ്യയിലെ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിൾ ഇപ്പൊ ഉണ്ടെന്നാ പറയുന്നത്. ആ ബൈബിളിലെ യേശുക്രിസ്തു പ്രാർത്ഥിച്ച എങ്ങനെ അറിയങ്ങള്? അല്ലാഹുവേ, 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 എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം. മലയാള ബൈബിൾ എന്താണുള്ളത്? കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി. ഞാൻ ആത്മാർത്ഥമായിട്ട് ക്രിസ്ത്യാനിയോട് ചോദിക്കുകയാണ്, തുല്യ ശക്തിയുള്ള മൂന്നാളാണെങ്കിൽ യേശുക്രിസ്തു എന്തിനാ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഉയർത്താൻ? അതിൽ രണ്ട് കാര്യം വിവരമുള്ളവർക്ക് മനസ്സിലാവുക. അതെന്താ? യേശുക്രിസ്തു കുരിശുമരണം ഇഷ്ടപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു കുരിശുമരണം ഞാനൊരു തെളിവ് ധരിക്കുകയാണ് നിങ്ങൾക്ക് ശരിക്കും ചിന്തിക്കാൻ. അബ്രഹാം പ്രവാചകൻ, ഈ അബ്രഹാം പ്രവാചകന്റെ മകൻ ഇസ്മയിൽ, ആ ഇസ്മയിലിനെ അറക്കണം എന്ന് ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ്. വേദഗ്രന്ഥങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി വന്നിട്ട് മകനോട് പറയാണ്, ഇസ്മയിലിനോട് പറയാണ്, ഇസ്മയിൽ, നിന്നെ അറക്കാൻ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ശരിക്കും അള്ളാഹു എന്നുള്ള സ്വപ്നം. ആ സമയത്ത് ആ മകൻ പറഞ്ഞ എന്തറിയോ? ഉപ്പാ, അള്ളാഹു എന്നുള്ള സ്വപ്നല്ലേ, എന്റെ എന്നെ അറുത്തോളൂ. അപ്പോ അള്ളാഹ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ടവരാണ് ആര്? പ്രവാചകന്മാർ. എന്നാ ഈസാ നബിയെ നമ്മൾ ധിക്കാരിയായിട്ടാണ് ബൈബിൾ പറയുന്നത്. ഈസാ നബി ധിക്കാരിയല്ല. ഈസാ നബി സെൻബോളി ഈസാ നബി അവതരിപ്പിക്കുന്ന അങ്ങനെയാ. കാരണം എന്താ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കെ. ലോകത്തിന്റെ പാപേറ്റ് വാങ്ങി കാൽവരിയിലെ കുരിശിലേറാനാണ് യേശുക്രിസ്തുവിനെ ഭൂമി ലോകത്തേക്ക് അള്ളാഹു അയച്ചതെങ്കിൽ യേശുക്രിസ്തു ശരിക്കും എന്താ വേണ്ടത്? പിലാത്തോസിന്റെ പടയാളികളെ കാണുമ്പോ യേശുക്രിസ്തു പറയേണ്ടെന്താ? എത്രയും പെട്ടെന്ന് എന്നെ കുരിശിലേറ്റു, ആ ധന്യ മുഹൂർത്തത്തിന് വേഗത്തിൽ എന്നെ സാക്ഷിയാക്കൂ എന്നല്ല പറയണ്ടേ? പക്ഷെ ബൈബിളിൽ 3 സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ ഒരു സ്ഥലത്ത് ബൈബിൾ പറയണെന്നറിയോ? കരള് പൊട്ടി പ്രാർത്ഥിച്ചു യേശുക്രിസ്തു, കരളുരുകിയിട്ട് യേശുക്രിസ്തു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, കരളുരുകി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ആരോടാ പ്രാർത്ഥിക്കുക? തന്നേക്കാൾ കഴിവുള്ള സർവശക്തനോട്. തനിക്ക് അത്ര കഴിവില്ലാത്തതിന്റെ പേര് അല്ലേ പ്രാർത്ഥിക്കുക? അങ്ങനല്ലേ? ആയിഷ ഒരു ഗ്ലാസ് വെള്ളം കെടുക്കുക എന്ന് പറയുന്നവർ അള്ളാഹ് ഒരു ഗ്ലാസ് വെള്ളം കെടുക്കുന്ന ആരെയും പറയൂ? അള്ളാഹു എനിക്ക് കുട്ടികളെ തരണേ, ഒരു പ്രാർത്ഥനയാണ്, ആരാധനയാണ്. ആർക്കും തിരിയുവാതെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയാം. യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ആര് നടത്തേണ്ടതാ? അടിമകൾ നടത്തേണ്ടല്ലേ? ദൈവം നടത്തേണ്ട പ്രാർത്ഥന? ദൈവം പ്രാർത്ഥിച്ചു എന്ന് പറയൂ? മനുഷ്യരെ അത്രയെങ്കിലും ചിന്തിച്ചൂടെ? അത്രയെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? കഷ്ട.
ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നാളെ മാനന്തവാടിയിൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചിട്ട് അയാള് കള്ളത്തരം പറഞ്ഞൊന്നും പഠിച്ചോൻ, മാനന്തവാടിയിൽ ഒരു ക്രിസ്ത്യാനി നാളെ മത്സരയിൽ വരുമല്ലോ, അള്ളാന്റെ മുമ്പിൽ നിൽക്കല്ലോ. ആ ക്രിസ്ത്യാനി പറയണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രബോധകൻ ഇതൊക്കെ പഠിച്ച ആള് വന്നിട്ട് ഞങ്ങളെ തെറ്റ് തിരിച്ചു തന്നില്ല എന്ന് നാളെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയരുത്. അതിനത് പറയില്ലേ, നിങ്ങൾ ആരും മുസ്ലിം ആകുക ഞങ്ങളെ ലക്ഷ്യമല്ല, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കണ്ട, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരല്ല. പക്ഷെ ശരിക്കും ചിന്തിക്കണം. യേശു ക്രിസ്തു പടച്ചവനോടാ പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ദൈവത്തിന്റെ അടിമയാന്ന് മാത്രമല്ല, ഞാന് എന്നോടൊരു ക്രിസ്തീയ കുടുംബം തർക്കിച്ചുകൊണ്ടേയിരുന്നു. തർക്കിച്ചപ്പോ ഞാൻ അവരോട് വളരെ പ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞു. അതായത് വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയാണ്. ഖുർആനിലെ 5-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം മാനവകുലത്തിന്റെ മുമ്പിൽ ഒരു കാര്യം വെക്കുകയാണ്. എന്താ അറിയോ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, വൈദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അഅൻത ഖുൽത ലിന്നാസ്, അതായത് ഈസാ നബി ജീസസ് ക്രൈസ്റ്റിനെ ദൈവത്തിന്റെ സന്നിധിയിൽ വിചാരണ ചെയ്യാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ വിചാരണ ചെയ്യാൻ. എന്താ വിചാരണ കേട്ടോളി. ഈസാ നബിയെ, ജീസസ് ക്രൈസ്റ്റിനെ, യേശു ക്രിസ്തുവിനെ സാക്ഷാൽ പ്രപഞ്ചനാഥൻ വിചാരണ ചെയ്യാൻ. കേട്ടോളി വിചാരണ. അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിന്റെ മകൻ ഈസാ, മറിയമിന്റെ മകൻ ഈസാ അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവീൻ എന്ന് ക്രൈസ്തവരോട് നീയാണോ പറഞ്ഞത്? ഈസാ നബിയോട് ദൈവം ചോദിക്കുകയാണ്, ഈസാ നീ ദൈവമാണെന്നും നിന്റെ മാതാവ് ദൈവമാണെന്നും നീയാണോ പറഞ്ഞത് ക്രൈസ്തവരോട്? അപ്പൊ ഈസാ നബി പറയാണ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ, എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. മാത്രമല്ല ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അതറിയുമായിരുന്നു. എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ മാകുന്തലഹും, അദ്ദേഹം പറയാണ്, നീ എന്നോട് കൽപ്പിച്ച കാര്യം അഥവാ നീയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം അതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ, ഇതല്ലാതെ ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം എന്നതല്ലാതെ ഞാൻ അവരോട് വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ ആരാധിക്കാനും എന്റെ മാതാവിനെ ആരാധിക്കാനും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇനി എന്താ ഉണ്ടാകുക അറിയുന്നത്? ക്രൈസ്തവരെ മുഴുവനും യേശുക്രിസ്തു തള്ളിക്കളയും അന്നാളിൽ. ഇത് ഞാന് കത്തോലിക്ക സഭയിൽ ഒരു ക്രിസ്തീയ ഫാമിലിയോട് പറഞ്ഞു. ശരിക്കും ചിന്തിക്കണം നിങ്ങളെ. ഇത് ഞാൻ പറഞ്ഞപ്പോ അവര് ചോദിച്ചു, അങ്ങനെ ഉണ്ടോ? ആണ്ട് എന്നാ അതിനെപ്പറ്റി ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കാണ്, അത് ഖുർആനിലല്ലേ, അത് ഖുർആനിലല്ലേ, ഞങ്ങൾ ബൈബിളിന്റെ അനുയായികളല്ലേ, ഞാൻ വിടുവോ? ഞാൻ പറഞ്ഞ അതേ വാചകം അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ബൈബിളിലുണ്ട്. ഏത്? ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തു തള്ളിക്കളയുന്നു ബൈബിളിലുണ്ട്. അപ്പൊ ഒരു ചോദിച്ചാ എന്നാ അതൊരു പൂരം തന്നെയാണ്, എന്നാ എടുത്തോന്ന് പറഞ്ഞു. ബൈബിൾ എടുത്തോന്ന് ചോദിച്ചു. ഫോണിന്റെ അപ്പുറത്ത് വെച്ച് ബൈബിൾ എടുക്ക് ബൈബിൾ മറക്കി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മറക്ക് ബൈബിള് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, എടുക്ക് 21, 22, 23 വാചകം വായിക്കുക. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വായിച്ചെന്ന്. എന്താ വായന അറിയുന്നത്? എന്താ വായന അറിയുന്നത്? കേട്ടോളി. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അന്ന് ആ ന്യായവിധി നാളിൽ, ബൈബിളിലുള്ളാട്ടോ, ബൈബിളിലുള്ളതാണ്. അന്ന് ആ ന്യായവിധി നാളിൽ, അന്ന് ആ ന്യായവിധി നാളിൽ, കേട്ടോളി, ബൈബിളിലെ വാചക പറയുന്നത്. അന്ന് ആ ന്യായവിധി നാളിൽ നിങ്ങളിൽ, പള്ളിയിലച്ചന്മാരിൽ, ക്രിസ്ത്യാനികളിൽ നിങ്ങൾ വന്നിട്ട് എന്നോട് പറയും, എന്ത്? കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പലതും ചെയ്തല്ലോ, ഭൂതപ്രേത പിശാചുക്കളെ പുറത്താക്കിയല്ലോ, പല അത്ഭുതങ്ങളും നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തല്ലോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അന്ന് ഞാൻ നിങ്ങളോട് പറയും, അധർമ്മകാരികളെ എനിക്ക് നിങ്ങളെ പരിചയമില്ല, മാറിപ്പോ, എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോ, എനിക്ക് നിങ്ങളെ പരിചയമല്ല. ഇത് ബൈബിളിലുള്ളതാണ് എന്ന് പറഞ്ഞതിന് കത്തോലിക്ക സഭയിൽ ആളുകൾക്കത് വായിച്ചു കൊടുത്തു.